Good morning to all. Today we discussed about theory building. The simple means of theory building is to build the theory. The heading denotes theory building is to build the theory for our study. That is theory building. In next simple means of theory building is it is a process of creativity and imagination. തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ്റെ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് തിയറി ബിൽഡിംഗ് എന്ന്. നെക്സ്റ്റ് നമുക്ക് തിയറി ബിൽഡിങ്ങിൻ്റെ മെയിൻ മീനിങ്ങിലേക്ക് നോക്കാം. തിയറി ബിൽഡിങ്ങിൻ്റെ മെയിൻ മീനിങ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ് ദാറ്റ് ഷോ ഹൗ ആൻഡ് ഓർ വൈ ഫിനോമിനൻ ഒക്യൂസ്. അത് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നതിനെ പറയുന്നതാണ് തിയറി ബിൽഡിംഗ് എന്ന്. ഇതിൻ്റെ അകത്ത് ഷോ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിൽ അതിലധികമോ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അങ്ങനെ ഓരോ വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതേപോലെയുള്ള വേരിയബിൾസിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പാണ് നമ്മൾ തിയറി ബിൽഡിങ്ങിൽ ഷോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ വേരിയബിൾസ് എങ്ങനെ, ഹൗ ആൻഡ് വൈ, എങ്ങനെ, എന്തുകൊണ്ട് ആ നമ്മുടെ തിയറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൽ അത് ഒക്യുറായി എന്നുള്ളതാണ് നമ്മൾ തിയറി ബിൽഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ്. തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ നോക്കുന്നത്, ഇൻ്റർ റിലേഷൻഷിപ്പ്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വാരിയബിൾസിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൗ ആൻഡ് വൈ ഇറ്റ് വിൽ ബി ഒക്യോസ് ഇൻ ദ ഫിനോമിന, അതായത് നമ്മുടെ നേച്ചർ ഓഫ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ് ഓഫ് സ്റ്റഡിയിൽ അത് എങ്ങനെ ഒക്യൂർ ചെയ്തു എന്നുള്ളതാണ് തിയറി ബിൽഡിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ തിയറി ബിൽഡിംഗ് സിംപിളി നമുക്ക് പറയാം ടു ബിൽഡ് എ തിയറി, അതായത് ഒരു തിയറി നമ്മൾ ബിൽഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് തിയറി ബിൽഡിംഗ് എന്ന്. പിന്നെ നെക്സ്റ്റ് മീനിങ് ആയിട്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ്റെ പ്രോസസ്സിനെ തിയറി ബിൽഡിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് മെയിൻ മീനിങ്ങിൽ പറയുന്നത് എന്താണ്, ബിൽഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ് ദാറ്റ് ഷോ ഹൗ ആൻഡ് വൈ ദ ഫിനോമിന ഒക്യൂസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തിയറി ബിൽഡിങ്ങിൽ വരുന്ന ഇൻറ്റൻഷൻ തിയറിയും അതേപോലെ തന്നെ ഡിഡക്ഷൻ തിയറിയാണ്. അതായത് മെയിനായിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തവണ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇൻറ്റൻഷൻ തിയറി ആൻഡ് ഡിഡക്ഷൻ തിയറി. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്റൻഷൻ തിയറി എന്താണെന്നുള്ളതാണ്. ഇൻറ്റൻഷൻ തിയറീനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഇൻഡക്റ്റീവ് റീസണിങ് ഓർ ലോജിക്കൽ റീസണിങ്. അപ്പോൾ ഇൻഡക്ഷൻ തിയറിയിൽ ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന വേറെ പേരാണ് ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ലോജിക് റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ തിയറി. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാണ് ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ലോജിക്കൽ തിയറി എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ഇൻഡക്ഷൻ തിയറി എന്നുള്ളതാണ്. ഇൻഡക്ഷൻ തിയറിയിൽ പറയുന്നത് ഇറ്റ് മൂവ്സ് സ്പെസിഫിക് ടു ജനറൽ കൺക്ലൂഷൻ, അതായത് ഇൻഡക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് കാര്യത്തിൽ നിന്ന് അതിൻ്റെ ജനറലിലേക്ക് നമ്മൾ എത്തുന്നതിനെ പറയുന്നതാണ് ഇൻഡക്ഷൻ തിയറി എന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് കൊറോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കൊറോണയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ കൊറോണയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും കൊറോണ ഏതൊക്കെ രാജ്യത്തിനെ അഫക്റ്റ് ചെയ്തു, അത് വന്ന ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചിലപ്പോൾ നോക്കുക ഇന്ത്യയിലെ കൊറോണയിൽ വന്ന കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊറോണയെ കുറിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്കറിയണം ഏതൊക്കെ രാജ്യത്ത് കൊറോണ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യ എന്നുള്ള രാജ്യം ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ കൊറോണ ഏതൊക്കെ രാജ്യത്തിനെ അഫക്റ്റ് ചെയ്തു എന്ന് നോക്കുക ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പം നമ്മൾക്ക് കൊറോണ ഏതൊക്കെ രാജ്യത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഒരുപാട് രാജ്യത്തിന് ഇപ്പോൾ കൊറോണ അഫക്റ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്ത്യ നമ്മുടെ സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്ക് കൊറോണ ഇന്ത്യനെ അഫക്റ്റ് ചെയ്തത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാണ് ഈ ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ കൊറോണ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ നിന്ന് നമ്മൾ ലോകത്തുള്ള ബാക്കി രാജ്യങ്ങളിലേക്ക് നമ്മൾ എത്താണ്. അതാണ് പറയുന്നത് ഒരു സ്പെസിഫിക് കൺട്രിയിൽ നിന്ന് ജനറലായിട്ട് ഉള്ള ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള കൺട്രീസിനെ നമ്മൾ ചെക്ക് ചെയ്യാണ്. അതാണ് പറയുന്നത് ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ നിന്ന് നമ്മൾ ജനറലിലേക്ക് എത്തുന്നു. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് മൂവ്സ്
സ്പെസിഫിക് ടു ജനറൽ കൺക്ലൂഷൻ. ഒരു സ്പെസിഫിക്കിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇൻറ്റൻഷൻ തിയറി നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇൻറ്റൻഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു അപ്രോച്ചാണ്. ദാറ്റ് മീൻസ് സ്പെസിഫിക് നിന്ന് ജനറലിലേക്ക് പോകുന്നു. അതായത് താഴെ ഏറ്റവും സ്പെസിഫിക് ആയി നിന്ന് മുകളിലേക്ക് പോകുന്നത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ടോപ്പിക് എടുത്തൊന്നും വിചാരിക്കും. ആ ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഹൈപ്പോത്തസിസ് ഒക്കെ ചെക്ക് ചെയ്തൊക്കെ അതിന് ശേഷമായിരിക്കും നമ്മളൊരു തിയറി ബിൽഡ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന്. ആദ്യം തന്നെ നമ്മൾ ഒബ്സർവേഷൻ നടത്തും, എന്നിട്ട് അതിനൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു തിയറി ബിൽഡ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റൻഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഓപ്പൺ എൻഡഡ് ആൻഡ് എക്സ്പ്ലോറേറ്ററി നേച്ചറാണ്. അതായത് മോർ ഓപ്പൺ ആയിട്ടുള്ള ഇതാണ്. അതായത് സ്പെസിഫിക് ടു ജനറൽ അല്ലേ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് ഇത് ഓപ്പൺ എൻഡഡ് ആണ്. അതേപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ളൊരു ഫീൽഡാണ്, നേച്ചറാണ്. നെക്സ്റ്റ് പറയുന്നത് നമ്മളൊരു ഇൻഡിവിജ്വൽ സ്റ്റഡിയിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റഡിയിങ് ഇൻഡിവിജ്വൽ ടു ജനറലൈസേഷൻ. അപ്പം ഇൻറ്റൻഷൻ തിയറിന് മെയിനായിട്ട് വരുന്ന പോയിന്റ്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡക്റ്റീവ് റീസണിങ് ഓർ ലോജിക്കൽ റീസണിങ് എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാം ഇറ്റ് മൂവ്സ് ഫ്രം എ സ്പെസിഫിക് സിറ്റുവേഷൻ ടു ജനറൽ കൺക്ലൂഷൻ. സ്പെസിഫിക് സിറ്റുവേഷനിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പറയാം ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ച്. ഇത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് മോർ ഓപ്പൺ എൻഡഡ് ആൻഡ് എക്സ്പ്ലോറേറ്ററി. Then the next meaning is this consists of studying several individual cases and drawing a generalization. ഇതാണ് ഇൻറ്റൻഷൻ തിയറിയിൽ മെയിനായിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നമ്മളൊരു പാറ്റേൺ വരച്ചിരിക്കുന്നത് നോക്കിയാൽ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനാണ്. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളൊരു തിയറി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഒബ്സർവേഷൻ നടത്തണം. അപ്പോൾ ഒബ്സർവേഷൻ നമ്മൾ നടത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ അതിനൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ നൾ ഹൈപ്പോത്തസിസും അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും വെച്ചിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്യും. അതായത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്റ്റേജാണ് ഹൈപ്പോത്തസിസിൽ വരുന്നത്. ഈ ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ തിയറി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നമ്മുടെ ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ നടത്തുന്ന ഫീൽഡാണ് നമ്മുടെ സ്പെസിഫിക് ഫീൽഡ്. അതായത് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെസിഫിക് ഫീൽഡ്. നമ്മൾ തിയറിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ജനറലൈസേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻറ്റൻഷൻ തിയറിയിൽ പറയുന്നത് ഒബ്സർവേഷനിൽ നിന്ന് അതായത് സ്പെസിഫിക് ഫീൽഡിൽ നിന്ന് നമ്മൾ ജനറലിലേക്ക് എത്താണ് ഇൻറ്റൻഷൻ തിയറി വഴി ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പിലേക്ക്. അതായത് ബോട്ടമിൽ നിന്ന് അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻറ്റൻഷൻ തിയറിയിൽ ഒബ്സർവേഷൻ നടത്തും, എന്നിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യും. ആ പാറ്റേൺ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ തിയറി ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് ഇൻറ്റൻഷൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇൻറ്റൻഷൻ തിയറിയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനെ പറയുന്നതാണ് ഇൻഡക്റ്റീവ് ഓർ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഇൻറ്റൻഷൻ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ. അതായത് ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ജനറലിലേക്ക് എത്താണ് ഇൻറ്റൻഷൻ തിയറിയിൽ ചെയ്യുന്നത്. ഇത്രയാണ് ഇൻറ്റൻഷൻ തിയറി പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഡിഡക്ഷൻ തിയറി. ഡിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം ഇൻറ്റൻഷനാണ് പറഞ്ഞത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഡിഡക്ഷൻ തിയറി. നമ്മൾ ഫസ്റ്റ് ഇൻഡക്ഷൻ തിയറിയിൽ നമ്മൾ പറഞ്ഞു എന്താണ് സ്പെസിഫിക് ടു ജനറലാന്ന് പറഞ്ഞു. അപ്പോൾ ഡിഡക്ഷൻ തിയറിയിൽ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ പറയുക ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് ഒരു ജനറൽ കണ്ടീഷനിൽ നിന്ന് തുടങ്ങി ഒരു സ്പെസിഫിക്കിലേക്ക് എത്തുന്നതിനെയാണ് പറയുന്നത് ഡിഡക്ഷൻ എന്ന്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു കൊറോണയുടെ എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്ത്യനെ വെച്ച് ആദ്യം തന്നെ നോക്കിയിട്ട്
നമ്മൾ മറ്റു രാജ്യത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കിയത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നോക്കാം. നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇന്ത്യ എന്നുള്ള രാജ്യത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യ എന്നുള്ള രാജ്യം എടുക്കാമെന്ന് വയ്ക്കാം. ഇന്ത്യ എന്നുള്ള കൺട്രിയിൽ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു സ്റ്റേറ്റായ കേരളയിൽ എന്തോരം കോവിഡ് രോഗികളുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതാണ് പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു കൺട്രീനെ എടുത്തു. ആ കൺട്രിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ജനറലിൽ നിന്ന്. ജനറൽ മീൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ടോപ്പിക്ക്. അതിൽ നിന്ന് കേരള എന്നുള്ള സ്റ്റേറ്റിന് എടുക്കുമ്പോൾ എന്തായി, അതൊരു സ്പെസിഫിക്കായി. ഇപ്പോൾ നമ്മൾ കേരള വെച്ച് നോക്കുമ്പോൾ കേരള എന്നുള്ളൊരു സ്റ്റേറ്റിനെ വെച്ച് നോക്കിയിട്ട് തൃശ്ശൂർ എന്നുള്ള ജില്ലേനെ എന്തോരം എഫക്റ്റ് ചെയ്തു. അതാണ് പറയുന്നത്. ഒരു ജനറൽ ടോപ്പിക്കിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക്കിലേക്ക് എത്തുന്നതിനെയാണ് ഡിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഡിഡക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, തിയറി സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒബ്സർവേഷൻ നോക്കുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ കൺഫർമേഷൻ നടത്തുന്നത്. അതിനെ പറയുന്നതാണ് ഡിഡക്ഷൻ തിയറി എന്ന്. നെക്സ്റ്റ് പറയുന്നത് ഡിഡക്ഷൻ തിയറി സ്റ്റാർട്ട്സ് ഫ്രം തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ദ റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ. അതായത് നമ്മൾ ഡിഡക്ഷൻ തിയറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിയറിയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് അത് ട്രൂ ആണ് അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഡിഡക്ഷൻ തിയറിയിൽ നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. ഡിഡക്ഷൻ റിഗാർഡിങ് ആസ് ദ റീസണിങ് ഫ്രം ദ ജനറൽ ടു ദ പെർട്ടിക്കുലർ. അതായത് ജനറൽ ടോപ്പിക്കിൽ നിന്ന് ഒരു പെർട്ടിക്കുലറിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡക്ഷൻ തിയറിയിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇറ്റ് ഈസ് എ മൂവിങ് ഓൺ ജനറൽ ടു സ്പെസിഫിക് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം ദ തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ദ റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് deduction regarding the reasoning from the general to the particulars. These are the deduction theories meaning. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, നമ്മുടെ ഈ പാറ്റേണിൽ നോക്കിയാൽ ഫസ്റ്റ് തന്നെ നമ്മൾ തിയറിയാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. തിയറി ബിൽഡ് ചെയ്തെടുത്തിട്ട് ശേഷമാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നോക്കുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നതും കൺഫർമേഷൻ നടത്തുന്നതും. അപ്പോൾ തിയറി എന്നുള്ള ഫസ്റ്റ് പാറ്റേൺ ആണ് നമ്മുടെ ജനറൽ ടോപ്പിക്. അത് കഴിഞ്ഞിട്ട് കൺഫർമേഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സ്പെസിഫിക് ആവുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഫസ്റ്റ് തിയറി ബിൽഡ് ചെയ്ത് ലാസ്റ്റാണ് നമ്മൾ ഒരു കൺഫർമേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇതാണ് ഡിഡക്ഷൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഡിഡക്ഷൻ തിയറിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അതേപോലെ തന്നെ ഇറ്റ് മൂവ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ്. പിന്നെ നമുക്ക് പറയാം ഇറ്റ് വർക്ക്സ് മോർ ജനറൽ ടു സ്പെസിഫിക് ആണെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം തിയറി ആൻഡ് ട്രൈ ടു പ്രൂവ് ഇറ്റ് റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവൈലബിൾ ഇൻഫോർമേഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം തിയറി. അതാണ് ഡിഡക്ഷൻ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് കൺസ്ട്രക്ട്സ്. കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന റിസർച്ച്. അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണത് വാട്ട് ദേ ആർ ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് വാരിയബിൾസ് ഉണ്ടാവും. ഇപ്പോൾ ലൈക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അങ്ങനെ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസ്ട്രക്ട്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതേപോലെ തന്നെ അതിൻ്റെ റിലേഷൻഷിപ്പ്, അത് എങ്ങനെയാണ് നമ്മുടെ തിയറീനെ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ കൺസ്ട്രക്ട്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം കൺസ്ട്രക്ട്സ് ഇൻ the introduction to constructs in quantitative research. They explain what they are and their relationship between variables. ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ദേ ആർ, അതെന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ്, അത് എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ കൺസ്ട്രക്ട്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് കൺസെപ്റ്റാണ്.
കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കൺസെപ്റ്റ് ഈസ് എ ജനറലി ആക്സെപ്റ്റഡ് കളക്ഷൻ ഓഫ് മീനിങ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് associated with the certain events, objectives, conditions, etc. And classifying and categorizing the objective or events that have common characteristics beyond any single observation create concepts. കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചേഴ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക, അതിനെ പറയുന്നതാണ് കൺസെപ്റ്റ് എന്ന്. അതായത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്യുക. അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഈവൻറ്റ്സ്, കാര്യങ്ങൾ, അതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിൻ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ കളക്ട് ചെയ്ത ഡാറ്റാസിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. അതായത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന അല്ലെങ്കിൽ കോമൺ ഹെഡ്സ് വരുന്നതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതാണ് കൺസെപ്റ്റിൽ വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി മീൻ ചെയ്യുന്നത് എന്താണെന്നുണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ ഓർ ജഡ്ജ്മെൻറ്റ്. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഒപ്പീനിയൻസ്, അതേപോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് മീനിങ്ങിൽ നമുക്ക് പറയാം ദിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് എമംഗ് കൺസെപ്റ്റ്. അതായത് ഇത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പാണ് ഷോ ചെയ്യുന്നത്. നമ്മുടെ കൺസെപ്റ്റായിട്ട് ഇതെങ്ങനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് എക്സ്പ്രസ് ദ ഒപ്പീനിയൻസ് ഓർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇറ്റ് റിലേറ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ കൺസെപ്റ്റ്. അതായത് കൺസെപ്റ്റായിട്ട് ഉള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. ഓപ്പറേഷണൽ ഡെഫിനിഷനിൽ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഡിഫൈൻ എ മെഷർ ടു സച്ച് എ ഡിഗ്രി ദാറ്റ് എവരി വൺ കളക്ട് ഡാറ്റ ദ സെയിം വേ. അതായത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഈസ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് വി ആർ കളക്റ്റഡ് ഡാറ്റ ഫോർ ദ പർപ്പസ് ഓഫ് റിസർച്ച്. അതായത് നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് ഓപ്പറേഷണൽ ഡെഫിനിഷനിൽ പറയുന്നത്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ എപ്പോഴും റിലയബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഡെഫിനിഷൻ നമുക്ക് ഈസിലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഈസി ടു ഓപ്പറേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് അവർ സ്റ്റഡി റിലേറ്റഡ് ടോപ്പിക്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിലയബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസി ടു ഡെവലപ്പ് ദ ഡെഫിനിഷൻ ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഈസി ടു ഓപ്പറേറ്റ്. ദീസ് ആർ ദ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് മീനിങ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്താണ് ഡിഡക്ഷൻ, അതേപോലെ തന്നെ ഇൻറ്റൻഷൻ, അതേപോലെ തന്നെ പ്രൊപ്പോസിഷൻ, കൺസെപ്റ്റ്, ഓപ്പറേഷണൽ ഡെഫിനിഷൻ ആൻഡ് കൺസ്ട്രെയിൻസ്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞത് ഫേസസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ് റിസർച്ചിൻ്റെ ഫേസസ് അത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇൻറ്റൻഷൻ, ഡിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. കഴിഞ്ഞ തവണ എക്സാമിന് വന്നതാണ്. ഹൈപ്പോത്തിസിസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഇൻറ്റൻഷൻ തിയറി, ഡിഡക്ഷൻ തിയറി, അതും എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫേസസ് പഠിക്കുക, ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പഠിക്കുക, ഇൻറ്റൻഷൻ ആൻഡ് ഡിഡക്ഷൻ പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.